ഈ മരം കടപുഴകി വീഴുന്നൊരു സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു യുവതിയുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അത്തരം ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതെ വരുമ്പോൾ അത് ആരുടെ ഭാഗത്തെ വീഴ്ചയാണ്? അത് കണ്ണൂരിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. കണ്ണൂർ പാനൂർ എലിക്കുന്നിലാണ് ഏത് നിമിഷവും കടപുഴകാവുന്ന വലിയ മരം മുറിച്ചു മാറ്റാൻ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് പൊതുമരാമത്ത് വകുപ്പും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തും. ശക്തമായ മഴയിലും കാറ്റിലും തൊട്ടടുത്ത് മറ്റൊരു വലിയ മരം കടപുഴകി വീണ് അപകടമൊഴിവായത് തലനാരിഴയ്ക്കാണ്. അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശക്തമായ മഴയിൽ ജില്ലയിൽ എല്ലായിടത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില അനാസ്ഥകൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാനൂർ ചെറുപറമ്പ് എലിക്കുന്നിലാണുള്ളത്. ഇവിടെ ഒരു മരം, അതായത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരം കാലങ്ങളായി നിരവധി തവണ നാട്ടുകാരും അതുപോലെ തന്നെ ഇതിനടുത്ത് താമസിക്കുന്നവരും എല്ലാവരും തന്നെ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തു. ഈ മരം മുറിച്ചു മാറ്റണം, ഒരു മരം മാത്രമല്ല മറ്റൊരു മരം കൂടി മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. പക്ഷേ പഞ്ചായത്ത് അധികാരികളോട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അധികാരികളോടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു കൃത്യമായ മറുപടിയും നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെയോ വാർഡ് മെമ്പർക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം. ഏകദേശം 6-7 മാസങ്ങളായി തന്നെ ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ നൽകിയതാണ്, പരാതികൾ നൽകിയതാണ്. നിങ്ങൾ തന്നെ വിളിക്കണം. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഈ ഒരു മരം ഇപ്പോൾ തകർന്നു. ഇത് നേരെ തിരിഞ്ഞ് ഈ റോഡിലേക്കാണ് വീണിരുന്നതെങ്കിൽ ഒരുപക്ഷെ കാൽനട യാത്രക്കാർ, വഴി യാത്രക്കാർ, ചെറിയ കൊച്ചു കുട്ടികൾ വരെ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഒരുപക്ഷെ അവർക്കെല്ലാവർക്കും തന്നെ അപകടം സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത്. ഇതിന് തൊട്ടടുത്ത് ഒരു ബസ് സ്റ്റോപ്പുണ്ട്. എലിക്കുന്ന് എന്നാണ് ഇതിൻ്റെ പേര്. 5-ാം വാർഡാണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ഈ മരം നിരവധി തവണ, 1-2 തവണയല്ല, നിരവധിയായിട്ടുള്ള പരാതികൾ ഇത് മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പരാതി നൽകി. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 വർഷം മുമ്പേ നമ്മളൊരു പഞ്ചായത്തിന് നിവേദനം കൊടുത്തതാണ്. അപ്പോൾ അവർ PWDക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അവർ വന്ന് ഫോട്ടോ എടുത്തിന്. പിന്നെ 3 വർഷം മുമ്പ് പരാതി കൊടുത്തതാണ്. ഒരു കൊമ്പ് പൊട്ടി വീണ് ഈ ലൈന് നിലത്ത് വീണാൽ പോലും വലിയ അപകടമായിരിക്കും. കാരണം നിരന്തരം വാഹനങ്ങൾ പോകുന്നൊരു പാതയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. 2 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ പോലും അകലിൽ ഈ മരത്തിൻ്റെ വേര് കിടക്കുന്നത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അകത്താണെന്ന് നമുക്കറിയാം. വേര് വന്ന് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്ക് കയറി ബസ് സ്റ്റോപ്പിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ അടർന്നു പോകുന്നൊരു സാഹചര്യമാണ്. 10-12ഓളം സ്കൂൾ വാഹനങ്ങൾ ഇവിടുന്നാണ് വണ്ടിക്ക് കുട്ടികൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു മരത്തിൻ്റെ ചില്ല ഒരിക്കൽ വീണിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ നേരെ ഷെൽട്ടറിലൊക്കെയാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളാണ് ഇതൊക്കെ ഈ മഴക്ക് മുന്നേ ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഈ മരത്തിന് തായ് വരില്ല, എന്താണെന്ന് വെച്ചാൽ അടി പാടില്ല, നമ്മളെ കണ്ടതല്ലേ, അടിവരില്ല തീരെ. കാറ്റടിക്കുമ്പോൾ ഈ മരം ഏത് ഭാഗത്താണോ ചാഞ്ഞു വരുവാന്ന് അറിയില്ലല്ലോ. ഒരു അപകടത്തിന് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ കാത്തു നിൽക്കുകയാണോ എന്നുള്ള സംശയമാണ് നമ്മൾക്ക് തോന്നുന്നത്. അവരെല്ലാവരും കുറേ ന്യായങ്ങൾ പറയുകയാണ്. ഇത് PWDക്ക് കൈമാറിയിട്ടുണ്ട്, PWD ആണ് നടപടിയെടുക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. 3 വർഷം മുമ്പ് കൊടുത്ത പരാതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ 3 വർഷം കൊടുത്ത പരാതിയിൽ പോലും ഒരു നടപടി ഉണ്ടാവുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നമ്പറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്നത്. ഈ ആവശ്യം അതിശക്തമായ തോതിൽ പഞ്ചായത്ത് അധികാരികളുടെ മുന്നിൽ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ, PWDയുടെ അധികാരികൾക്ക് മുന്നിൽ, പാനൂർ PWDയിലെ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് നടപടി സ്വീകരിക്കേണ്ടത്. അവരുടെ മുന്നിൽ ഞങ്ങളിത് വെക്കുകയാണ്. ഉടനടി പരിഹാരം കണ്ടെത്തണം. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ഉർവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.